ജാൻമണി ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന വ്യക്തിയാണ്. രാഷ്ട്രീയപരമായിട്ട് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകാം. അങ്ങനെയുള്ള ചാനലുകളിൽ ഇനി സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യാൻ പാടില്ല. വാളിനേക്കാൾ മൂർച്ചയുള്ള നാക്കുകൊണ്ട് അവർ ആ അമ്മയെ കുറിച്ചിട്ട് എത്രയോ മോശമായിട്ടാണ് അവർ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അത് രണ്ടും ഇപ്പോൾ ഇടാൻ തീരുമാനിച്ചിട്ടില്ല. ശക്തമായി ഇതിനെതിരായിട്ട് കൊല്ലം എന്ന് പറഞ്ഞ പ്രസ്താവന ഇറക്കിയ ഒരു സ്ത്രീയുണ്ട്. പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി അമ്മയെ അധിക്ഷേപിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെയാണ് പരാതി കൊടുത്തത്. കണ്ണൂരിന് ശേഷമാണോ കൊടുത്തത്? എന്താണ് പരാതിയിൽ പറയുന്നത്? ആ പരാതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചാനലിൽ ജാൻമണി എന്ന വ്യക്തി പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രിയുടെ അമ്മയെയും പ്രധാനമന്ത്രിയുടെ പ്രതിത്വത്തെയും അപമാനിച്ചുകൊണ്ട് ഒരു വീഡിയോ ക്ലിപ്പ് ചെയ്തത്. ഇത്രയും നല്ലൊരു പ്രധാനമന്ത്രിയെ രാഷ്ട്രത്തിന് സമ്മാനിച്ച ഇപ്പോൾ ഈ ഭൂമിയിൽ ഇല്ലാത്ത ഒരമ്മയെ പറ്റിയാണ്. അപ്പോൾ ആ അമ്മയെ പറ്റി സംസാരിക്കുമ്പോൾ, ജാൻമണി ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന വ്യക്തിയാണ്. സംസാരിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം, ആരെപ്പറ്റിയാണ് പറയുന്നത്, എന്താണ് പറയുന്നതെന്ന്. പ്രധാനമന്ത്രിയുടെ കൃത്യത്വത്തെ പറ്റി പറഞ്ഞു. പ്രധാനമന്ത്രി അമ്മയുടെ കാല് കഴുകി വെള്ളം കുടിക്കുന്നതിനെ പറ്റി പറഞ്ഞു. അതൊന്നും ഇല്ലാത്ത ഒരു തലമുറ മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും വൃദ്ധസദനങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ ഇന്ത്യ വരുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ട് എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രി ആണെങ്കിൽ നമുക്ക് വിമർശിക്കാം. ഭരണഘടന നമുക്കുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ടല്ലോ. പക്ഷേ ഈ വിമർശനത്തിന് അപ്പുറത്തേക്ക് ഈ വ്യക്തിഹത്യ നടത്തുകയും ഒരു സ്ത്രീയെ, ഒരു അമ്മയെ അപമാനിക്കുന്ന തരത്തിലൊക്കെ ആർക്കും പറയാവുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനെതിരെയാണോ പരാതി? തീർച്ചയായിട്ടും അതെ. നമ്മളെല്ലാം ജീവിക്കുന്നത് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിലാണ്. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയപരമായിട്ട് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകാം. ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയെയോ ആ കുടുംബത്തിനകത്ത് കുടുംബത്തിലുള്ള ആൾക്കാരെയോ വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും അപമാനകരവും അപകീർത്തിപരവുമാണ് എന്നാണ് ഞങ്ങൾ മഹിളാ മോർച്ച ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, നമ്മൾ അവരുടെ ആ വാളിനേക്കാൾ മൂർച്ചയുള്ള നാക്കുകൊണ്ട് അവർ പറഞ്ഞ ചില പ്രസ്താവനകൾ വളരെ മോശമായിട്ട് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയെയും അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ ആ മാതാവിനെയും പറ്റിയിട്ട്, നമ്മളെല്ലാം ജനിച്ചു വീഴുന്നത് ഈ ഭൂമിയിലാണ്. ഈ ഭൂമി മാതാവായിട്ട് നമ്മൾ കരുതുന്നു. ആ മാതാവ് ഈ ഭൂമിയിൽ ഈ മണ്ണിനോട് അടിഞ്ഞു ചേർന്ന് കഴിഞ്ഞു. ആ പരിപാവനമായിട്ടുള്ള ആ അമ്മയെ കുറിച്ചിട്ട് എത്രയോ മോശമായിട്ടാണ് അവർ പറയുന്നത്. ഞാനൊരു അമ്മയാണ്, ഇവിടെ നിൽക്കുന്ന എല്ലാവരും അമ്മമാരാണ്. ഞങ്ങളിവിടെ പ്രതിഷേധിക്കുന്നത് ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം മനുഷ്യത്വമുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ജാൻമണി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരൊരു സെലിബ്രിറ്റി ആണെന്ന് പറയുന്നു, അവർ അവകാശപ്പെടുന്നു. അവർ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അത് രണ്ടും ഇപ്പോൾ ഞങ്ങളുടെ വിഷയമല്ല. പക്ഷെ അവർ ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസറാണ്, അവരൊരു സെലിബ്രിറ്റിയാണ്, അവരൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ ഈ പ്രധാനമന്ത്രിയെ കുറിച്ച് ഭാരതത്തിലെ ഈ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനമന്ത്രി, ലോക ജനത മുഴുവൻ ഒരുപോലെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ അമ്മയെയും കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കും. ഇപ്പൊ ജാൻമണി മാത്രമല്ല, കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെ പരസ്യമായിട്ട് കൊല്ലം എന്ന് പറഞ്ഞ പ്രസ്താവന ഇറക്കിയ ഒരു സ്ത്രീയുണ്ട് അല്ലേ. ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഇവർക്കൊക്കെ വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു ആയുധം, എല്ലില്ലാത്ത ഒരു നാക്ക് കൊണ്ട് അവർക്ക് എന്തും ഈ ലോകത്തോട് വിളിച്ചു പറയാമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞങ്ങൾ അതിനെ അനുവദിക്കില്ല. മഹിളാ മോർച്ച, കേരളത്തിലെ മഹിളാ മോർച്ച ശക്തിയുക്തം ഞങ്ങൾ അതിനെ എതിർക്കുന്നു. ഇവർക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നത് വരെ മഹിളാ മോർച്ച ഈ പ്രതിഷേധ പോരാട്ടത്തിലുണ്ടാകും. ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം എന്തും വിളിച്ചു പറയാം, ഈ ജനാധിപത്യ രാജ്യത്ത് ഒരാളെ അടിച്ചമർത്താൻ എന്തും വിളിച്ചു പറയാം എന്നുള്ള ആളുകളുടെ ഈ വ്യാജമോഹം ഉണ്ടല്ലോ, അതിനി ഇവിടെ നടക്കില്ല. അതിന് മഹിളാ മോർച്ച ഒരിക്കലും അനുവദിക്കില്ല. ഞങ്ങൾ അമ്മമാർ ശക്തിയുക്തം അതിനെ എതിർക്കുക തന്നെ ചെയ്യും. പ്രധാനമന്ത്രി അധിക്ഷേപിക്കുക, അമ്മയെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് നിയമപരമായി കൂടി തെറ്റാണ്. അപ്പൊ ആ ഒരു ബോധ്യത്തിലാണോ നിങ്ങൾ പരാതി കൊടുക്കുന്നത്? അല്ല, അത് ഞങ്ങളിപ്പോ ചെയ്തിരിക്കുന്നത് താങ്കളിപ്പോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പോലെ അതിന് അത് മാത്രമല്ല, ഇങ്ങനെയുള്ള രീതിയിലുള്ള അധിക്ഷേപങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഓൺലൈൻ ചാനലുകൾക്കാണ് ആദ്യം ഞങ്ങൾ പരാതി കൊടുക്കാനായിട്ട് ചാനലുകൾക്കാണ് ആദ്യം നിർത്തൽ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ചാനലുകളിൽ ഇനി സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യാൻ പാടില്ല.
അതിനെതിരായിട്ട് ഞങ്ങൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പരാതി ഞങ്ങളിപ്പോൾ ഈ എല്ലാ സംസ്ഥാന ഒട്ടുക്കും കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ ജാൻമണി എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ പ്രധാനമന്ത്രിയെ കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെയുള്ള വാചകങ്ങൾ മാത്രം വിടാനായിട്ട് ചില ചാനലുകളുണ്ട്. അവർക്കെതിരെ ശക്തമായ നടപടി ഞങ്ങളുടെ മഹിളാ മോർച്ച മുൻകൈ എടുത്ത് തന്നെ അതിനുള്ള പരാതി ഞങ്ങൾ നൽകും. ഇന്ത്യൻ ചരിത്രത്തില് നമ്മുടെ നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രി വന്നിട്ടില്ല, ഇനിയൊട്ട് വരികയുമില്ല. ഇത്രത്തോളം നമ്മുടെ ഭാരതം ഏത് അവസ്ഥയിൽ നിന്നെന്നും ഇന്ന് എത്രാമത്തെ സ്ഥാനത്ത് വന്ന് നിൽക്കുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയുന്നതാണ്. അതിന് ഒരൊറ്റ കാരണം നമ്മുടെ മോദിജിയാണ്. അപ്പൊ അത്രത്തോളം ഒന്നും വേണ്ട, ഞങ്ങളുടെ സ്ത്രീകൾക്ക് തന്നെ ഇന്ന് 33% സംവരണം കൊണ്ടുവന്നത് നരേന്ദ്രമോദിജിയാണ്. ഇന്ന് മറ്റൊരു പാർട്ടിയിലും ഈ ഒരു സംഭവം എത്രയോ നാൾ ഭരിച്ചതാണ്. അവരാരും നമ്മൾ വനിതകൾക്ക് മകൾക്ക് ഇത്രയോ ഒരു സ്വാതന്ത്ര്യമോ ഒരിത് ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാം ഞങ്ങളെ വനിതകളുടെ ശക്തി എത്രത്തോളം ആണെന്നുള്ളത് ഇന്ന് ഭാരതത്തിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പ്രത്യേകിച്ച് മഹിളാ മോർച്ച ഇടാൻ തീരുമാനിച്ചിട്ടില്ല. ശക്തമായി ഇതിനെതിരായിട്ട് പരിപാടി ഉണ്ടാവും. ഇത് സംപ്രേഷണം ചെയ്ത ഓൺലൈൻ ചാനലുകൾക്കെതിരെയും ഇത് നടപ്പിലാക്കിയ ജാൻമണിക്കെതിരെയും ഒരു ശക്തമായിട്ടുള്ള നടപടിയിലായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും.